അങ്ങനെ അർത്ഥസത്യങ്ങളും നിഗമനങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് മോദി കത്തിക്കയറുന്നതിനിടെ ഒരു അബദ്ധം വിടഞ്ഞു. അതിതാണ്, ബംഗാൾ की धरती से निकला बंकिम दा का ये भाव सूत्र. സംഭവം മനസ്സിലായോ? മോദി പ്രസംഗത്തിനിടെ വന്ദേമാതരത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ ബങ്കിം ദ എന്ന് വിളിച്ചു. बंकिम दा का ये भाव सूत्र. ഈ വിളിയെ ഉടനെ തന്നെ തൃണമൂൽ അംഗം സൗഗത റോയ് ചോദ്യം ചെയ്തു. ബങ്കിം ബാബു എന്ന് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. बंकिम बाबू बोले. अच्छा, थैंक यू थैंक यू थैंक यू थैंक यू थैंक यू आपकी भावनाओं के लिए मैं आदर करता हूं. പക്ഷേ സംഭവം BJPക്ക് വലിയ തിരിച്ചടിയായി. കാരണം ബംഗാളിയിൽ ധ എന്ന് പറയുന്നത് സഹോദരനെയോ സുഹൃത്തിനെയോ അടുത്ത പരിചയക്കാരനെയോ ഒക്കെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ വാക്കാണ്. അതിൽ ബഹുമാനം വേണമെന്നില്ല. എന്നാൽ ബാബു എന്നത് ബംഗാളിയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസമുള്ള വ്യക്തികളെ ഔദ്യോഗികമായി സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ്. പ്രധാനമന്ത്രിയുടെ ഈ പ്രയോഗം ബംഗാളിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. സംഭവം മമതാ ബാനർജിയും ചില ബംഗാളി എഴുത്തുകാരും ഏറ്റുപിടിച്ചു. മമതാ ബാനർജി പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് ബംഗാളി സംസ്കാരത്തെക്കുറിച്ച് അറിയില്ല എന്നും തൃണമൂൽ ആഞ്ഞടിക്കുകയാണ്. അതായത് BJP പ്രയോഗിക്കാൻ വെച്ചിരുന്ന ബംഗാളി വികാരം എന്ന ആയുധമെടുത്ത് പ്രയോഗിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയാണ് ഇപ്പോൾ ബംഗാളിൽ കാണുന്നത്.